ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാത്തത്, എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഈമാൻ സ്വീകരിക്കാൻ തോന്നാത്തത്? ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അലിമ അല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും, അവരിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ട് എന്ന് അല്ലാഹു അറിഞ്ഞിരുന്നു എങ്കിൽ അവരെ അല്ലാഹു കേൾപ്പിക്കുമായിരുന്നു. വലൗ അസ്മഅഹും ലതവല്ലൗ അൻഹു വഹും മുഅ്രിദൂൻ, അവർ ഈ പറഞ്ഞത് കേട്ടാൽ തന്നെയും അവർ തിരിഞ്ഞു കളയുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ചില ആളുകൾ എന്തുകൊണ്ട് അവർക്ക് ഹിദായത്ത് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു മുശ്രിക്കീങ്ങളുടെ ഇടയിൽ. വലിയ പ്രമാണിയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. ഓരോ ഹജ്ജുകളിലും നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് മുകളിൽ ഭക്ഷണം വെച്ചുകൊണ്ട് അയാൾ അവർക്ക് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. വലിയ സദഖ ചെയ്യുന്ന മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അയാളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുമോ? അവിടുന്ന് പറഞ്ഞു, അയാൾ ഒരു ദിവസം പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹു എനിക്ക് പുറത്തു നൽകണമെന്ന വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അല്ല, ഹൃദയത്തിനുള്ളിൽ വലിയ കിബ്റുമായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പുറമേക്ക് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടും. എന്തുകൊണ്ടായാലും മുസ്ലിമായില്ല, എന്തുകൊണ്ടായാലും മുഅ്മിനായില്ല? അള്ളാഹുവിന് അവന്റെ ഹൃദയം അറിയാം. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. ഈ ഹിദായത്തിന് അർഹതയുള്ള ഒരാൾക്കും ഇത് അവൻ തടയുകയില്ല. എന്നാൽ ഇതിന് അർഹതയില്ലാത്ത ഒരാൾക്കും അവൻ നൽകുകയില്ല. അതൊരിക്കലും അള്ളാഹുവിന്റെ ഹിക്മത്തിന് യോജിക്കുകയില്ല. ഉദാഹരണത്തിന്, നിന്റെ കയ്യിൽ ഒരാൾ വളരെ വിലപിടിപ്പുള്ള കോടികൾ വിലമതിക്കുന്ന ഒരു പവിഴം അല്ലെങ്കിൽ ഒരു മുത്ത് കയ്യിലേൽപ്പിച്ചു എന്ന് വിചാരിക്കുക. നീ അത് കൊണ്ടുപോയി ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾക്കിടയിൽ കൊണ്ടുപോയി ഇട്ടാൽ ആളുകൾ എന്താണ് നിന്നെ കുറിച്ച് പറയുക? ഏറ്റവും വിവരമില്ലാത്ത വിഡ്ഢിയാണ് എന്ന് പറയും. ഈമാൻ ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അത് ഏറ്റവും പരിശുദ്ധമായ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമാണ്. നജസ്സുകൾ നിറഞ്ഞ ഹൃദയത്തിന് അത് യോജിക്കുകയില്ല. അവിടേക്ക് അത് അള്ളാഹു പ്രവേശിപ്പിക്കുകയില്ല. ഹൃദയം മോശമാണ് എങ്കിൽ, അതിൽ കിബറുണ്ട് എങ്കിൽ, അതിൽ അഹങ്കാരമുണ്ട് എങ്കിൽ, അതിൽ തൻപോരിമയുണ്ട് എങ്കിൽ അള്ളാഹു ഒരിക്കലും ആ ഹൃദയങ്ങളിലേക്ക് ഈമാൻ നിശ്ചയിക്കുകയില്ല. അതുകൊണ്ടാണ് സഹോദര, ഒരാൾക്കും ഹിദായത്ത് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നത് കണ്ട് നീ അത്ഭുതപ്പെടരുത്. അള്ളാഹുവിനോട് ഹൃദയം അറിയാം, നിനക്ക് അവന്റെ ഹൃദയത്തെക്കുറിച്ച് അറിയില്ല. ഒരാളോടും അള്ളാഹു അനീതി കാണിക്കുകയില്ല. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുന്നവനല്ല. നിന്നേക്കാൾ നന്മ സ്വീകരിക്കാൻ, ഒരു മനുഷ്യൻ നന്മ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വടികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫിർഔൻ അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിർഔൻ അവന്റെ അരികിൽ ചെന്ന് ഉപദേശിക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് അല്ലാഹു മൂസയോട് പറഞ്ഞത്? ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, സൗമ്യമായി സംസാരിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിർഔനിനോട് അല്ലാഹു ഉപദേശം നൽകിയ രൂപം അതാണ്. ചില ആളുകൾ ചിലപ്പോൾ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യും. എന്തുകൊണ്ടാണ് അയാൾക്ക് ഹിദായത്ത് ലഭിച്ചില്ല? അതുകൊണ്ടാണ് അള്ളാഹുവിന് അവന്റെ ഹൃദയത്തെക്കുറിച്ച് അറിയുന്നതാണ്. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, യഥാർത്ഥത്തിൽ നീ അത്ഭുതപ്പെടേണ്ടത് ഒരു മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെട്ടു, ഒരു മനുഷ്യൻ എങ്ങനെ വടികേടിലായി എന്നതിലല്ല അത്ഭുതമുള്ളത്. വലാകിന്നൽ അജബ് ഫീമൻ നജ കൈഫ നജ, എങ്ങനെ രക്ഷപ്പെട്ടു പോയവൻ, സ്വർഗത്തിലേക്ക് എത്തിയവൻ, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവൻ അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിലാണ് അത്ഭുതം. വഴിപഴച്ചവൻ എങ്ങനെ വഴിപഴച്ചു അതിലൊരു അത്ഭുതമില്ല. അവന്റെ ഹൃദയം പ്രശ്നത്തിലായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് ഒരിക്കലും തടയുകയില്ല, അവന് അർഹതയുണ്ട് എങ്കിൽ. അതുകൊണ്ട് സഹോദര, നിന്റെ ഹൃദയത്തിന്റെ മണ്ണ് നീ വൃത്തികേടാക്കാതിരിക്കുക. അതിൽ നജസ്സുകൾ, അതിൽ ചില ആളുകൾ മോശമായ വീഡിയോകൾ കാണുന്നവർ, സിനിമകൾ കാണുന്നവർ, സംഗീതം കേൾക്കുന്നവർ, ഹറാമുകൾ കേൾക്കുന്നവർ, അതിൽ സമയം ചെലവഴിക്കുന്നവർ, അവർക്കുള്ള വലിയ താക്കീതാണ്. ഹൃദയം വൃത്തികേടായാൽ ഈമാൻ അതിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, സംഗീതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഹൃദയത്തിൽ ഖുർആനിന്റെ മാധുര്യവും പിശാചിന്റെ സംഗീതവും ഒരുമിക്കുക എന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല. ഇത് രണ്ടും കൂടി ഒരൊറ്റ ഹൃദയത്തിൽ ഉണ്ടാവില്ല.
ഒന്നല്ലെങ്കിൽ നീ സംഗീതം, പിശാചിന്റെ ശബ്ദം അത് ആസ്വദിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ ഖുർആൻ അതിന്റെ ഭംഗി നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയം ഈ പറഞ്ഞ രൂപത്തിൽ നന്നാക്കണം.